ഹലോ എവ്രി വൺ, വെൽക്കം ടു നോട്ട് ബഡി ഡോട്ട് ഇൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നയൻത് സ്റ്റാൻഡേർഡിലെ സീ ഫീവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോമാണ്. ഇത് എഴുതിയിട്ടുള്ളത് ജോൺ മെയ്സ്ഫീൽഡ് ആണ്. ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറും സമ്മറിയും തീമും എല്ലാം നോട്ട് ബഡി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. I must go down to the seas again, to the lonely sea and the sky. പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്? എനിക്ക് എന്താണ് കടലിലേക്ക് ഇനിയും പോകാൻ, സീയിലേക്ക് ഇനിയും പോകാനുള്ള ഒരു സ്ട്രോങ് ഫീലിങ്സ് ഉണ്ട്, ഒരു സ്ട്രോങ് ഏർജ് ഉണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു സീൻ ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്? ലോൺലി സീ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ലോൺലി സീ ആൻഡ് ദ സ്കൈ എന്നാണ്. ഈ ഒരു ലോൺലി സീ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് ഭയങ്കര വാസ്റ്റ് ആയിട്ട് ഇങ്ങനെ വിശാലമായിട്ടുള്ള അവസാനിക്കാത്ത ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളതാണ് അല്ലേ ഈ ഒരു സീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കൈ കാണിക്കുന്നത് എന്താണ്? ഒരു ഫ്രീഡത്തിന്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് സ്കൈ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ ടോൾ ഷിപ്പ് ആൻഡ് എ സ്റ്റാർ ടു സ്റ്റിയർ ഹെർ ബൈ. കവി എന്താണ് ആവശ്യപ്പെടുന്നത്? കവിക്ക് ഒരു സ്ട്രോങ് ഷിപ്പ് കൂടെ വേണം, ടോൾ ഷിപ്പ് കൂടെ ട്രാവൽ ചെയ്യാൻ വേണം. ഇതിൽ സ്റ്റാർ വേണമെന്ന് പറയുന്നുണ്ട്. സ്റ്റാർ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു യാത്ര ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു എന്താണ് ഗൈഡിങ് ലൈറ്റ് ആയിട്ടാണ്, ഒരു നാവിഗേഷൻ ആയിട്ടാണ് ഈ ഒരു സ്റ്റാറിന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദ വീൽസ് കിക്ക് ആൻഡ് ദ വിൻഡ് സോങ് ആൻഡ് ദ വൈഡ് സെയിൽസ് ഷേക്കിംഗ്. പിന്നെ എന്തെല്ലാണ് കവിക്ക് വേണ്ടത്? ആ ഒരു വീൽസ് കിക്ക്, അതായത് ആ ഒരു കപ്പൽ ഓടിക്കുന്ന ആ ഒരു സ്റ്റിയറിംഗ്, അതിന്റെ ആ ഒരു മൂവ്മെന്റ്, പിന്നെ അതുപോലെ കാറ്റിന്റെ സംഗീതം വേണം, പിന്നെ അതുപോലെ സെയിലിന്റെ മൂവ്മെന്റ്, അതിന്റെ ഒരു ചലനം വേണം എന്നാണ് പറയുന്നത്. ഈ സെയിലിന്റെ പിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം കേട്ടോ. And a grey mist on the sea's face and a grey dawn breaking. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഗ്രേ മിസ്റ്റ് വേണമെന്ന് പറയുന്നുണ്ട് അല്ലേ? എന്താണ് ഈ ഒരു ഗ്രേ മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ, നമ്മളെ ഈ ഒരു കടലിന്റെ മേലിൽ പടർന്നു കിടക്കുന്ന ആ ഒരു മൂടൽ മഞ്ഞില്ലേ, ആ ഒരു ഫോഗ്, അതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പറഞ്ഞത് എന്താണ്? ഗ്രേ ഡോൺ, അതായത് പുലർച്ചെ മങ്ങിയിട്ടാണെങ്കിലുള്ള ആ ഒരു ഒരു വെളിച്ചം ഉണ്ടല്ലോ, ആ ഒരു ലൈറ്റും വേണം എന്നാണ് പറയുന്നത്. അതൊരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കടലിനോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സ്നേഹവും, അതുപോലെ ജീവിതത്തിലെ ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെയും, പിന്നെ അതുപോലെ അഡ്വഞ്ചറസിന്റെ ഒക്കെ ആ ഒരു അതിയായിട്ടുള്ള ആഗ്രഹമൊക്കെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. I must go down to the seas again for the call of the running tide. എന്താ പറഞ്ഞിട്ടുള്ളത്? എനിക്ക് സീയിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നാ പറയുന്നത്. എനിക്ക് അങ്ങോട്ടേക്ക് എന്തായാലും പോകണം. കാരണം എന്താണ്? റണ്ണിങ് ടൈഡിന്റെ കോൾ ഉണ്ട് എന്നാ പറയുന്നത്. അവരുടെ വിളിയുണ്ട്. റണ്ണിങ് ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു തിരമാല അല്ലെ, വന്നു ചേരുന്ന തിരമാലകൾ അദ്ദേഹത്തിന് വിളിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. ഈസ് എ വൈൽഡ് കോൾ ആൻഡ് എ ക്ലിയർ കോൾ ദാറ്റ് മെ നോട്ട് ബി ഡിനൈഡ്. അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോളാണ്, അതുപോലെ തന്നെ അത്രയും വ്യക്തമായിട്ടുള്ള ഒരു കോളാണ്. അതൊരിക്കലും എന്താണ് തടസ്സപ്പെടുത്താൻ പാടില്ല, അത് അവഗണിക്കാൻ പാടില്ല. ഞാൻ എന്തായാലും എന്ത് ചെയ്യും? കടലിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ വിൻഡി ഡേ വിത്ത് ദ വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈയിങ്. അദ്ദേഹം എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്? ഒരു വിൻഡി ഡേ ആയിരിക്കണം അല്ലെ, കാറ്റ് വീശുന്ന ദിവസമായിരിക്കണം, അതുപോലെ തന്നെ പറക്കുന്ന വെളുത്ത മേഘങ്ങളും വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ദ ഫ്ലങ് സ്പ്രേ ആൻഡ് ദി ബ്ലൗൺ സ്പ്യൂം ആൻഡ് ദ സീഗൾസ് ക്രൈയിങ്. പിന്നീട് എന്തൊക്കെ പറയുന്നത്? ഫ്ലങ് സ്പ്രേ ആൻഡ് ബ്ലൗൺ സ്പ്യൂം. ഈ ഒരു കപ്പൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഫ്ലങ് എന്ന് പറഞ്ഞാൽ ക്വിക്കായിട്ട് പെട്ടെന്ന് ഉണ്ടാവുന്ന ആ ഒരു സ്പ്രേ, ഇങ്ങനെ കടലിലൂടെ പോകുന്ന സമയത്ത് ഇത് ഈ വെള്ളം ഇങ്ങനെ തെറിക്കും അല്ലേ. ബ്ലൗൺ സ്പ്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തമായിട്ടുള്ള പത, അതിങ്ങനെ നുരഞ്ഞു പൊന്തും അല്ലേ കപ്പൽ പോകുന്ന സമയത്ത്. പിന്നെന്താ പറയുന്നത്? ആൻഡ് ദ സീഗൾസ് ക്രൈയിങ്. ഈ കടൽ കാക്കകളുടെ കരച്ചിലും വേണം എന്നാണ് കവി പറയുന്നത്. ഈ സെക്കൻഡ് സ്റ്റാൻസ സ്റ്റാർട്ട് ചെയ്തതും എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റാൻസ തുടങ്ങിയ അതേപോലെ തന്നെയാണ്. എന്താണ്? കടലിലേക്ക് എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ കടലിന്റെ വിളിനെ എന്താണ് അവഗണിക്കാൻ പറ്റില്ല, ഡിനൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തിരമാലകളും കാറ്റുകളും അവരെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? ഈ കാറ്റ് വീശുന്ന ദിവസങ്ങളും പറക്കുന്ന മേഘങ്ങളും വെള്ളത്തുള്ളികളും തിരമാലകളുടെ ആ നുരയും കടൽ പക്ഷികളുടെ വിളിയും എല്ലാം എന്താണ് അവര് ആസ്വദിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. ഈ ഒരു കടലിന്റെ എന്താ പറയാ, പ്രകൃതിദത്തമായിട്ടുള്ള അതിന്റെ ആ ഒരു ശക്തിയും സൗന്ദര്യവും അതെല്ലാം കവിനെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി നമുക്ക് തേർഡ് സ്റ്റാൻസ നോക്കാം. I must go down to the seas again, to the vagrant gypsy life. എന്താ പറഞ്ഞിട്ടുള്ളത്? വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്
കടലിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ടാണ് ല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ടു ദ വാഗ്രന്റ് ജിപ്സി ലൈഫ്. ജിപ്സി ലൈഫ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന നാടോടികളുടെ ആ ഒരു ജീവിതം. അതായത് ഒരു സ്ഥലത്ത് സെറ്റിൽഡ് ആവാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം. ആ ഒരു അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആ ഒരു ജീവിതത്തിലേക്ക് തന്നെ പോകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ടു ദ ഗൾസ് വേ, ദ വെയിൽസ് വേ, വേർ ദ വിൻസ് ലൈക്ക് എ വെറ്റഡ് നൈഫ്. എന്താ പറയുന്നത്? ഗേൾസ് വേ. നമ്മൾ നേരത്തെ കടൽക്കാക്കനെ പറഞ്ഞു അല്ലെ, സീഗളിനെ. അതിന്റെ വഴികളിലൂടെ, അതെവിടെയാ ഉണ്ടാവുക? ഈ കടലിന്റെ പരിസരത്താണ് അല്ലെ. അപ്പൊ അതിന്റെ വഴികളിലൂടെ, അതുപോലെ തന്നെ വെയിൽസ് വേ, തിമിംഗലത്തിന്റെ വഴികളിലൂടെ. ദ വിൻസ് ലൈക്ക് എ വെറ്റഡ് നൈഫ്. അവിടെ എങ്ങനെയാണ് കാറ്റ് വീശുന്നത്? വളരെ മൂർച്ചയേറിയിട്ടുള്ള കത്തിയെ പോലെ, അത്രയും എന്താണ് ഷാർപ്പായിട്ടുള്ള കാറ്റാണ് അവിടെ അടിക്കുന്നത് എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നീട് എന്താ പറയുന്നത്? ആൻഡ് ഓൾ ഐ ആസ്ക് ഈസ് എ മെറി യാൺ ഫ്രം എ ലാഫിംഗ് ഫെലോ റോവർ. എന്താ ആസ്ക് ചെയ്യുന്നത്? എന്താ മെറിയാണാണല്ലേ ആസ്ക് ചെയ്യുന്നത്? അതായത് ഭയങ്കര ജോയ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് അല്ലെങ്കിൽ കെട്ടുകഥകളാണ് ആവശ്യപ്പെടുന്നത്. ആരിൽ നിന്നാണ്? ലാഫിംഗ് ഫെലോ റോവർ, അതായത് ഒരുപാട് ചിരിക്കുന്ന കൂടെയുള്ള സഹയാത്രികൻ, കൂട്ടുകാരനായിട്ടുള്ള നാവികനിൽ നിന്നുമാണ് അദ്ദേഹം ഈ ഒരു കെട്ടുകഥകളൊക്കെ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ എ ക്വയറ്റ് സ്ലീപ്പ് ആൻഡ് എ സ്വീറ്റ് ഡ്രീം. നല്ലൊരു ശാന്തമായിട്ടുള്ള ഉറക്കം വേണം എന്നാ പറയുന്നത്. വെൻ ദ ലോങ് ട്രിക്സ് ഓവർ. ഈ ഒരു എന്താണ് ഭയങ്കര ലോങ് ആയിട്ടുള്ള കടലിലെ ഡ്യൂട്ടി അവസാനിച്ചിട്ടുള്ള, അതായത് ആ ഒരു ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഈ ഒരു നല്ല ക്വയറ്റ് ആയിട്ടുള്ള സ്ലീപ്പും കാര്യങ്ങളൊക്കെ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഈ ലാസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്, ഈ ഒരു കവി കടൽ ജീവിതത്തെ എന്താണ് ഈ ഒരു സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അഡ്വഞ്ചറസും ആയിട്ടുള്ള ഈ ഒരു ജിപ്സികളുടെ ലൈഫ്, അതായത് നാടോടികളുടെ ജീവിതത്തോടാണ് ഉപമിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ മൂർച്ചയുള്ള കാറ്റ് പോലുള്ള പ്രയാസങ്ങൾക്കും അവരെന്താണ് തയ്യാറാണ്. എന്ത് പ്രയാസം വന്നാലും അദ്ദേഹം അത് ഫേസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാരനായിട്ടുള്ള ഒരു നാവികരുമായിട്ട് നല്ല ഹാപ്പി മൊമെന്റ്സ് ഉണ്ടാക്കാനും കഥകൾ കേൾക്കാനും ഒക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു യാത്ര അവസാനിക്കുന്ന സമയത്ത്, ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഈ ഒരു ജീവിത യാത്ര തന്നെ കഴിയുന്ന സമയത്ത് എന്താണ് ശാന്തമായിട്ടുള്ള ഒരു ഉറക്കം, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉറക്കവും അതുപോലെ തന്നെ മനോഹര സ്വപ്നങ്ങൾ ലഭിക്കണം. ഇതൊക്കെയാണ് കവിയുടെ ഈ ഒരു മോഹം. അത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, അതിന് ഉത്തരം പറയുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ എല്ലാ ആക്ടിവിറ്റീസും നോട്ട്സും സമ്മറിയും ഡിസ്കോസസും എല്ലാം notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.